ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ദൈവത്തിന്റെ വലിയ കാരുണ്യം നമ്മൾ അനുഭവിക്കുക. മഴ പെയ്യുന്ന പെരുമഴയുടെ ഒരു ദിവസമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കരുണ കുഞ്ഞ് നിന്റെ മേലെ കർത്താവിന് അടയാളം തരുന്ന ഇതൊക്കെ. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ പോലെ മഞ്ഞ് പോലെ നിന്നെ അനുഗ്രഹിക്കുമെന്ന് യെശയ്യാ വചനം പറയുന്നില്ല. നമ്മളെ ഇടയ്ക്ക് കാണിച്ചു തരും ഇതൊക്കെ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. മക്കളെ, കർത്താവ് തന്നെ ഉറപ്പാന്നേ. ആകാശത്ത് നിങ്ങളിപ്പോൾ ഒരു രാജ്യത്ത് നിൽക്കുന്ന നിങ്ങൾ സൂര്യപ്രകാശം കണ്ടുകൊണ്ട്, യൂറോപ്പിലെ സമ്മർ ടൈം ആണല്ലോ ഇപ്പം. വരുമകളെ, നിങ്ങളവിടെ വെയിലാ കാണുന്നെങ്കിൽ ഞങ്ങളിവിടെ മഴ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന വെയില് തിരുവചനം പറഞ്ഞിട്ടില്ല, കർത്താവ് പിതാവായി ദൈവം ഉയർത്തുന്ന ഉദിപ്പിക്കുന്ന സൂര്യനാണിതെന്ന്. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം ഉദിപ്പിക്കുന്ന ഉദയമല്ലേ, ഉദിപ്പിക്കുന്ന എന്ന് പറയാൻ പറ്റുമോ? ഉദിപ്പിക്കുന്ന സൂര്യൻ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. കർത്താവ് ചെയ്യുന്ന കാര്യം മക്കൾ. നമ്മുടെ ജീവിതത്തിന് ഓരോന്നും കർത്താവ് ചെയ്യുന്നതാണ്. ദൈവത്തിന് പൂർണ്ണമായിട്ടും വിട്ടുവിടുക. ഹല്ലേലൂയ. അവിടെ വൈദികരുടെ ധ്യാനമാണ് ഇന്ന്. അതുകൊണ്ട് അതേ അച്ഛന്മാരില്ല. ചെറിയൊരു കൈവെപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഓടിക്കണം. ഒത്തിരി നേരം നിന്ന് വർത്താനം പറയാൻ നിൽക്കരുത്. അച്ഛന്മാരുണ്ട്, നമുക്ക് കുറച്ച് അച്ഛന്മാർ. അത്രയും അച്ഛന്മാർ ഇന്ന് വൈകുന്നേരം വരെ നിൽക്കേണ്ടവരാണ്. രാത്രി 10 മണി വരെ ഇത്രയും അച്ഛന്മാർ ഇവിടുന്ന് ശുശ്രൂഷയാണ്. ഇത്ര അച്ഛന്മാർ ഉള്ളിന്ന് കുമ്പസാരിപ്പിക്കാൻ 2-3 അച്ഛന്മാർ ഇപ്പം വരും, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ജോമനച്ചൻ എനിക്ക് തൃശ്ശൂരിൽ നിന്നാണ് വന്നേക്കുന്നതെന്ന്. വെളുപ്പാങ്കാലത്തെത്തി രാത്രി വരെ നിൽക്കാന്ന് പറഞ്ഞ് രാത്രി തിരിച്ചു പോകണം. അച്ഛൻ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. നമുക്ക് ശുശ്രൂഷ അച്ഛൻ ഇന്ന് തൃശ്ശൂരിൽ നിന്ന് വെളുപ്പാങ്കാലത്ത് വന്നിരിക്കുക, വൈകുന്നേരം വരെ നിന്നുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഓരോ അച്ഛന്മാർ. ഈപ്പലച്ഛൻ ഒരു ഫോന വികാരി അച്ഛനാ മലക്കര സഭയുടെ. അച്ഛൻ പറഞ്ഞ് 3 മണി വരെ നിൽക്കാം. നാളെ പിതാവ് വരുന്നുണ്ട് അവിടെ. എന്നാൽ നോക്കി ഈ അച്ഛന്മാരുടെ തീഷ്ണത. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേര്. നമുക്ക് വേണ്ടി കർത്താവ് പുരോഹിതരെ ഉയർത്തുന്നതിന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, അച്ഛന്മാർക്കെല്ലാം അഭിഷേകത്തിന് മേലെ അഭിഷേകം ഉണ്ടാവട്ടെ. അച്ഛന്മാരുടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാം കൈയടിച്ച് നന്നായിട്ട് കൈയടിക്കും മക്കളെ. കൈയടിച്ച് ആ വൈദികർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ച്, സെബാസ്റ്റ്യൻ പിതാവിനും ജസ്റ്റിൻ പിതാവിനും വേണ്ടി പ്രാർത്ഥിച്ച്, ധ്യാനിപ്പിക്കുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ ജോസ് പുളിക്കൽ പിതാവിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ച്, പ്രവാചക സ്വരം മുഴങ്ങട്ടെ, അഭിഷേക വചനങ്ങൾ മുഴങ്ങട്ടെ. ഹല്ലേലൂയ. 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 അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ധ്യാനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ അച്ഛന്മാരെല്ലാം പവറായിട്ട് ഇങ്ങോട്ട് വരാൻ പോവുക. അടുത്ത ആഴ്ചയൊക്കെ ഭയങ്കര അഭിഷേകം കർത്താവ് ചൊരിയാൻ പോവുക. ഹല്ലേലൂയ. അച്ഛന്മാർ ഒത്തിരി നേരം നിൽക്കേണ്ടി വരും. ഒത്തിരി ഒരുപാട് സമയം അച്ഛന്മാർ ശുശ്രൂഷ ചെയ്യണം. ഹല്ലേലൂയ. 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 അവളൊരു കൃപ. ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നതിന് അഭിഷേകമുണ്ട്. ഇന്നലെ പുളിക്കൽ പിതാവ് പറഞ്ഞൊരു കാര്യം ഇതാണ്. നിങ്ങൾ അറിയുന്നോ, നിങ്ങൾ അനുഗ്രഹിക്കാൻ ദൈവം കാത്തു നിൽക്കുന്നു. നോക്കണേ, നിങ്ങൾ അനുഗ്രഹിച്ചിട്ട് വേണം ദൈവത്തിന് അനുഗ്രഹിക്കാൻ. നിങ്ങൾ പുരോഹിതർ അനുഗ്രഹിച്ച ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കാതെ വിടത്തില്ല. വൈദികന്റെ പിന്നിൽ കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തെ പറ്റി ധ്യാനിക്കാൻ ധൈര്യം ധ്യാനിച്ചോ? വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കും. നന്നായിട്ട് ഹല്ലേലൂയ വിളിച്ചേ. ഒരു പുരോഹിതന്റെ പുറകിൽ ലൈൻ നിൽക്കുന്ന ഒരു ദൈവത്തെ ധ്യാനിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. എന്നിട്ട് പിതാവ് പറഞ്ഞ ഒരു വൈദികൻ ഒരു മെത്രാൻ ഒപ്പിടുമ്പോ അത് ദൈവം ഇടുന്ന ഒപ്പാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ അവകാശത്തിലും സ്വർഗ്ഗത്തിന്റെ അധികാരത്തിലും ഭൂമിയിലെ മനുഷ്യർ പ്രവർത്തിക്കുന്നതാണത്. ഹല്ലേലൂയ. നമ്മളിത് ഗ്രഹിക്കണം. വർഷത്തിൽ ഒന്നെങ്കിലും അച്ഛനെ വിളിച്ച് വീട് വഞ്ചരിപ്പിക്കണം. പുരോഹിതർക്ക് വേണ്ടി നിങ്ങൾ ദിവസം ഞാനിപ്പോൾ രാവിലെ പറഞ്ഞ കാര്യം വിമലഗിരിയിൽ ഒരു മകളെ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ അവള് പറഞ്ഞു, അവള് പുരോഹിതർക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവങ്ങളെ ഉറപ്പാ കേട്ടോ. നിങ്ങളെ മറന്നുപോയാലും നിങ്ങൾ സഭയെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ വല്ലാതെ ഓർമ്മിച്ചെടുത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പൗരോഹിത്യ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
ഹല്ലേലൂയ. ഞങ്ങളുടെ വൈദികരൊക്കെ ക്രിസ്തുവിനെ പോലെ ആകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ശബ്ദമായിട്ട് പ്രാർത്ഥിച്ചുള്ള ഇടയ്ക്കൊക്കെ ഒരു കൈവപ്പ് വാങ്ങിക്കുന്നത് നല്ലതാണ്. എന്തായാലും അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നല്ല. നിങ്ങൾക്കൊരു അഭിഷേകം വേണമെങ്കിൽ അത് ഇടിച്ചു കയറി വാങ്ങിച്ചോണ്ട് പോകണം. ഇടിച്ചു കയറി വരല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാരാളം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ, ധാരാളം പ്രാർത്ഥിക്കണം. പൗരോഹിത്യ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സന്യസ്തര് നമുക്കറിയാം, സന്യാസിനിമാർ സിസ്റ്റർമാരുടെ എണ്ണമൊക്കെ കുറഞ്ഞു പോവുക. നിങ്ങൾക്കറിയോ, എനിക്ക് തോന്നുന്നു ഒരു പുരോഹിതനേക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്ന സിസ്റ്റേഴ്സാണ്. ക്ഷമിക്കണം, ആർക്കെങ്കിലും വിഷമം തോന്നി നിങ്ങൾ ക്ഷമിച്ചേക്ക്. എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, ഒരച്ഛൻ പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ കന്യാസ്ത്രീ പ്രാർത്ഥിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. അച്ഛന് പ്രാർത്ഥിക്കാൻ താല്പര്യം, അച്ഛന് 1000 പണിയാണ്. അവിടെ കല്യാണം കെട്ടിക്കണം, ഇവിടെ ഒരു മരണമുണ്ട്, അവിടെ ഒരു വീട് കട്ടളവപ്പുണ്ട്. അച്ഛൻ ഓട്ടത്തോട് ഓട്ടുക. ഹല്ലേലൂയ. ദൈവങ്ങളെ, നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടല്ലോ ഇടവക. എനിക്കറിയാം, ഇവിടെ 10 പേരുടെയെങ്കിലും കുടുംബത്തിൽ നിന്ന് വൈദികരുണ്ട് മക്കള്. നിങ്ങൾ പെറ്റ 10 മക്കൾ 10 ആൾക്കാരെ നിൽപ്പുണ്ട് ഇപ്പോൾ, എനിക്കറിയാം. ഹല്ലേലൂയ. നിങ്ങളറിയോ, നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ മക്കൾ കിടന്ന് ഓടുന്ന ഓട്ടം, നിങ്ങളുടെ മക്കൾ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. ഒരു സന്യാസിയാണെങ്കിൽ ഗുണം എന്നറിയാവോ? സന്യാസികൾക്ക് മണിയടിക്കും ഇന്ന സമയത്ത് പ്രാർത്ഥന. ഞങ്ങൾ രൂപതാ വൈദികർക്ക് ഞങ്ങൾ തന്നെ മണിയടിക്കണം, ഞങ്ങൾ തന്നെ സമയം കണ്ടെത്തിക്കോണം. ഓടി തളർന്ന് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, കിടന്ന് ഉറങ്ങിപ്പോകും. ഉണർത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ഈ ആഴ്ച ശക്തമായിട്ട് വൈദികർക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല. അഭിവന്യ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല. സഭകളിലൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവും. കൈയടിക്കാൻ വേണ്ടി ഇരിക്കരുത് മക്കളെ, കണ്ണീര് വാക്കാൻ വേണ്ടി ഇരിക്കണം. അത് കത്തോലിക്ക സഭയിലാണല്ലോ, ഓർത്തഡോക്സ് സഭയിൽ, യാക്കോബ സഭയിൽ, ഏത് സഭയിലാണല്ലോ ശരി, കണ്ണീർ വാക്കണം. കണ്ണീർ വാക്കില്ല. സഭയിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഓർത്ത് ജനം ഉപവാസം എടുക്കണം. സമരം പോയിട്ട് കാര്യമില്ല, യുദ്ധം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മത്സരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിനെതിരായിട്ട്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. നമുക്ക് കോട്ടയത്ത് മദർ തെരേസ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവര് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോവുക. ഞാനോട് കാല് പിടിച്ച് പറഞ്ഞു, എൻ്റെ പൊന്നമ്മമാർ ഇവിടെ നിൽക്കണമെന്ന് കാല് പിടിച്ച് പറഞ്ഞു സിസ്റ്റേഴ്സിനോട്. പക്ഷെ അവർക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല. കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അമ്മമാര് പറഞ്ഞു, അച്ഛാ ഇവിടെ എത്ര മഠങ്ങളുണ്ട് കോട്ടയത്ത്? ഒരു രാജ്യത്തൊരു ഗവൺമെന്റ് പോലും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് അച്ഛാ. ഹല്ലേലൂയ. ക്രിസ്തുവില്ലാത്ത രാജ്യങ്ങളുണ്ട് അച്ഛാ. ഹല്ലേലൂയ. ഇവര് ചെന്നാൽ ഏത് രാജ്യമാണെങ്കിലും ശരി, അവിടെ അൾത്താര ഉണ്ടാവും, അവിടെ സക്കാരി ഉണ്ടാവും, അവിടെ കുർബാന ഉണ്ടാവും. ഓക്കെ, ഈ പാവ അമ്മമാരുടെ തീക്ഷണത കണ്ടോ? വർഗീയ എന്നാ പറയുന്നത്, വംശീയ കലാപൊക്കെ നടക്കുന്നേക്ക് ഇപ്പൊ അമ്മമാര് പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെ അമ്മമാരുടെ ഒരു കരുത്ത് നോക്കണേ. സുരക്ഷിതങ്ങളിലല്ല മക്കളെ, അരക്ഷിതാവസ്ഥകളിലേക്ക് പറക്കുന്നവരാ സന്യാസിന്. നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു സന്യാസിനെ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് എന്തൊരു വലിയ, ഞാൻ പറഞ്ഞില്ല, ഇത്രയും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. നമുക്ക് ഈ അമ്മമാരൊക്കെ പോയിരിക്കുന്ന കണ്ടില്ലേ, എപ്പം തിരിച്ച് വരണം നിർബന്ധമൊന്നുമില്ല. പ്രത്യേകിച്ച് മദർ തെരേസ സിസ്റ്റേഴ്സൊക്കെ ആ ത്യാഗത്തില, ആ കഷ്ടപ്പാടിൽ അവർ പോയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ അവരുടെ മഹത്വം എന്ന് പറയാം. ഈ നാട്ടിലുണ്ടായിരുന്ന 50 വർഷക്കാലം ഇപ്പൊ അവർ പോയിരിക്കുക. എന്ന് വെച്ചാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒന്നും പറയാനില്ല. പിന്നെ നമുക്കതിന് മുമ്പിലൊന്നും തടസ്സം പറയാനില്ല. പറയാവുന്ന മാക്സിമം തടസ്സം പറഞ്ഞു നോക്കി, നടന്നില്ല. ദൈവങ്ങളെ, അവർക്ക് പോകണം. എനിക്ക് ക്രിസ്തുവിന് വേണ്ടി മരിക്കണം. കോട്ടയത്ത് എന്തായാലും ക്രിസ്തുവിന് വേണ്ടി മരിക്കേണ്ടി വരത്തില്ലല്ലോ. എനിക്ക് ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന സന്യാസിനിമാരുടെ വലിയ കരുത്താണത്. ഹല്ലേലൂയ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീഷ്ണത വേണം. തീവ്രതയോടെ മഠങ്ങളിൽ പ്രാർത്ഥനകൾ ഉണ്ടാവണം. തീവ്രതയോടെ പ്രാർത്ഥിക്കുന്നവർ, ജനത്തിന് വേണ്ടി ജീവിക്കുന്നവര്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓഗസ്റ്റ് മാസം ഞാൻ കൽക്കട്ടായി സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ പോകും, മദർ തെരേസ സിസ്റ്റേഴ്സിനെ. ഓഗസ്റ്റ് മാസം അവളെ 2 ജോഡി വസ്ത്രമാണ്. നിങ്ങൾക്ക് എത്ര ജോഡി വസ്ത്രമാണെന്ന് ചുമ്മാ എണ്ണി നോക്കിക്കോ. ഒരു സാരി ഉടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ സാരി ഉണക്കാനിട്ടിട്ടുണ്ട്. പറ്റുമോ മകളെ? മിനിമം എത്രയുണ്ട്? എത്ര ജോഡി ഡ്രസ്സ് നമുക്കുണ്ടെന്ന് ചിന്തിച്ചേ.
ഇല്ലെന്ന് പറയുന്നവരെണ്ണ, ഉണ്ടെന്ന് പറഞ്ഞൊരു എണ്ണണ്ട. കാരണം എണ്ണാൻ പറ്റത്തില്ല അത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടുത്തിരിക്കുന്ന ഒന്ന് ഉണങ്ങാനിട്ടിരിക്കുന്ന ഒന്ന്, അത് ഉണങ്ങണം. ഇതൊന്നും മാറ്റണമെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഗ്യമല്ല മക്കളെ, ക്രിസ്തു സ്നേഹത്തിന്റെ ഭാഗ്യം. ഒന്നും വാങ്ങിക്കാൻ വേണ്ടി വന്നവരല്ല മക്കളെ നമ്മളാരും ഇവിടെ. നമ്മൾ ക്രിസ്തു സ്നേഹത്തെ പ്രതി കുറച്ച് മണിക്കൂറുകൾ അവന്റെ മുമ്പിൽ നമ്മളെ സ്നേഹിക്കാൻ, അവനെ ആരാധിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ, ഒച്ചത്തിൽ പറ ഹല്ലേലൂയ, ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. അവങ്ങളെ തിരിച്ചറിയണം, ദൈവമക്കളെ തിരിച്ചറിയണം. നമ്മൾ ഈ ഒരു സ്നേഹം അതും മതിയെന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മകൻ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി പോയതാണ്. കഴിഞ്ഞ തിരുനാൾ 11, 12, 13 ദിവസങ്ങളിൽ തിരുനാളായിരുന്നല്ലോ ഇവിടെ. ഒരു ഹൈന്ദവ സഹോദരനാ 3 ദിവസം വന്ന്, 3-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈ മനുഷ്യനുള്ളവരല്ല. അത് ഞാൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ആശുപത്രിയിൽ പോകണമെന്ന് ചോദിച്ചു. മനുഷ്യ ആ ആരാധന കൂടിക്കൊണ്ടിരുമ്പം എൻ്റെ ഹാർട്ടിലെ ആ പ്രയാസവും ഭാരവും ഒക്കെ നീങ്ങിപ്പോകുന്നു ഞാൻ കണ്ടു. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം സർജറി ഒന്നും ഇല്ലാതെ എന്തോ ആൻജിയോപ്ലാസ്റ്റി എന്തോ ചെയ്ത് അദ്ദേഹത്തെ വിട്ടുപോകുന്ന. വിശ്വസിക്കും മക്കളെ, വി ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ഇന്നത്തെ വചനം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ കൂടുതൽ വ്യാഖ്യാനിക്കാം. ഹെസക്കിയയുടെ കാര്യം പറഞ്ഞു കാണും. ഹെസക്കിയെ പറ്റി നമുക്ക് ഒന്നുകൂടി ധ്യാനിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയണം മക്കളെ, ദൈവത്തെ അറിയുക, ദൈവത്തെ ആരാധിക്കുക. ദൈവമേ മതി, ദൈവമേ ഒരു വിളി, ചങ്കു പറഞ്ഞുള്ളൊരു വിളി, ഹൃദയത്തിൽ ദൈവത്തെ കണ്ടുകൊണ്ടുള്ളൊരു വിളി. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കണം മക്കൾ. എന്നിട്ട് കുമ്പസാരിക്കുക. 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണം. ചുരുങ്ങിയത് 2 ആഴ്ചയിൽ ഒരിക്കൽ ദൈവങ്ങളെ കുമ്പസാരിക്കുക. ഒരു ദിവസമോ 2 ദിവസമോ ഉപവാസം എടുക്കുക, നോയമ്പെടുത്ത് പറഞ്ഞു. എനിക്ക് വിലയുണ്ട് മക്കളെ. ഇടുങ്ങിയ വഴി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കരുത്. കേട്ട് ചെവി തഴപ്പിച്ച് പോകരുത്. വിത്ത് എ ഫ്രഷ് ഇയർ ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്. പഴഞ്ചൻ ചെവിയായിട്ടിരുന്ന വചനം കേൾക്കാനിരിക്കില്ല. ഒരു പുതിയ ചെവിയുണ്ട്. ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തതാണല്ലോ ഇതെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ചെവി എനിക്ക് തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. നിന്റെ സ്വരം കേൾക്കാൻ എനിക്ക് പുതിയൊരു ചെവി തരണമേ എന്ന് പ്രാർത്ഥിക്കും. നിന്നെ കാണാൻ എനിക്കൊരു പുതിയ കണ്ണ് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിന്നെ തൊടാൻ എനിക്കൊരു പുതിയ കരം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, മക്കളെ ഹല്ലേലൂയ. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അഭിഷേകം കുഞ്ഞെ, നീ കിട്ടില്ല എന്ന് വിചാരിച്ച ഒരു അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാരാളം പ്രാർത്ഥിക്കും മക്കളെ. 11 നൊവേനയൊക്കെ ജൂൺ 30 വരെയെങ്കിലും 13 നൊവേന കുറച്ച് പേരൊക്കെ ചൊല്ലുന്നുണ്ടെന്ന് എനിക്കറിയാം. ചൊല്ലി പ്രാർത്ഥിക്കുക. 13 നൊവേന ഒരു ത്യാഗമൊക്കെ എടുക്കുക. ഇഷ്ടമുള്ള ഭക്ഷണം വേണ്ടെന്ന് വെക്കുക. ഒരു ത്യാഗം. രാത്രിയുടെ ഏതെങ്കിലും യാമത്തിൽ നിന്ന് ഉണർന്ന് ഒരു കർണക്കൊന്തയെങ്കിലും കൈവിരിച്ച് പിടിച്ചൊന്ന് ചൊല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ആ കൈ ഉയർന്നു നിൽക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബങ്ങൾ ഉയർന്നു നിൽക്കാൻ പോവുക. നിനക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, രാത്രിയുടെ യാമങ്ങളിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് അപ്പനാണ് നീയെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണുവാൻ, നിന്റെ ജീവിതം ഉയർന്നു നിൽക്കുന്നത് കാണുവാൻ നിനക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരച്ഛന്റെ പുരോഹിതന്റെ കൈ ഉയർന്നാൽ ദേശം ഉയരും. ഒരു സന്യാസിയുടെ കരങ്ങൾ ഉയർന്നാൽ ദേശമുണരും. ഹല്ലേലൂയ. നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ പ്രാർത്ഥിയോ? വെല്ലുവിളിച്ച അച്ഛൻ പറയണേ. നിങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങളുടെ ദേശത്ത് ഒരു കുടുംബത്തിൽ പോലും ദാരിദ്ര്യം ഉണ്ടാവല്ലേ കർത്താവേ. നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ ക്യാൻസർ എന്നൊരു രോഗമുണ്ടാകല്ലേ കർത്താവേ. ഞങ്ങളുടെ ഈ പഞ്ചായത്തില് വിവാഹം കഴിക്കാൻ നൽകുന്ന ഒറ്റ പെൺകുട്ടി ഉണ്ടാവല്ലേ കർത്താവേ. ഞങ്ങളുടെ ഈ ദേശത്ത് ഒരു വ്യക്തി പോലും തളർന്നു കിടക്കല്ലേ കർത്താവേ. പ്രാർത്ഥിക്കണം മകളെ. ശംഖു പറഞ്ഞു, നീ വേറൊരു വ്യക്തിയായി മാറുക. ഇന്നലെ വരെ പ്രാർത്ഥിച്ച നിന്റെ കൊച്ചിന് വീസ കിട്ടാൻ വേണ്ടി, ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വീസായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പഞ്ചായത്തിലുള്ള മുഴുവൻ പേർക്കും ദൈവങ്ങൾ ഒരു 3 മാസം പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ താലൂക്കിലുള്ള മുഴുവൻ പേർക്ക് വേണ്ടിയിട്ട് 1 മാസമാകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. കർത്താവേ, ഞങ്ങൾ ജില്ലയിലുള്ള മുഴുവൻ പേർക്ക് വേണ്ടിയിട്ട്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക കേരളത്തിലുള്ള മുഴുവൻ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി.
നിന്റെ പ്രാർത്ഥന ലോകം മുഴുവന് വേണ്ടി എത്തുമ്പോ സ്വർഗ്ഗം നിന്നെ അംഗീകരിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ മക്കളെ. ധാരാളം പ്രാർത്ഥന കിട്ടുന്ന ഒരു സമയം പോലും വെറുതെ കളയില്ല. ഹല്ലേലൂയ. നമുക്ക് വചനത്തിൽ യെശയ്യാ വചനം 51-ാം അധ്യായം. കർത്താവിനെ അന്വേഷിക്കുന്നവരെ അനുഗ്രഹം അവിടെ. എൻ്റെ കർത്താവെ, അതും ഇതൊന്നും ആലോചിച്ച്, കർത്താവെ നിന്നെ ഞാൻ തേടുക. എവിടെ 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 ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടെത്തും? കർത്താവിനെ അന്വേഷിക്കുന്നവരെ കർത്താവിനെ അന്വേഷിക്കുക. സീക്ക് ദ ലോർഡ്. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും കർത്താവിനെ തേടണം. നിന്റെ കണ്ണുകൾ അലയേണ്ടത് ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടാവണം. നിന്റെ ജീവിതം അലയേണ്ടത് ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടിയായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കർത്താവ് അല്പം കൂടെ നിന്നെ ഞാനൊന്ന് അറിയട്ടെ, അല്പം കൂടെ നിന്നെ ഞാനൊന്ന് കാണട്ടെ, അല്പം കൂടെ നിന്നെ ഞാനൊന്ന് അനുഭവിക്കട്ടെ. എനിക്ക് അല്പം കൂടെ എനിക്ക് അറിയണം ഈശോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അല്പം കൂടെ എനിക്ക് അറിയണം കർത്താവ് നീ എന്നെ പരിപാലിക്കുന്നുണ്ടെന്ന്. I want to love you more and more and more. Hallelujah. കൂടുതൽ കർത്താവ് അല്പം കൂടെ എൻ്റെ ജീവിതം മാറ്റപ്പെടുന്നത് വരെ നിന്റെ സ്നേഹം എനിക്ക് തിരിച്ചറിയണം. ദൈവമേ, എൻ്റെ ജീവിതം ഒരു ആഴമേറിയ മാനസാന്തരത്തിൽ എത്തുവോളം എനിക്ക് നിന്നെ അനുഭവിക്കണം. കർത്താവിനെ അന്വേഷിക്കുന്നവരെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം ജീവിതം മുഴുവൻ. അതെ, രാവിലെ പ്രഭാതത്തിൽ ഉണർന്ന് അവളെ അന്വേഷിക്കുക. ജ്ഞാനത്തെ പറ്റിയാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്ന അനുഭവം, സ്വർഗ്ഗരാജ്യത്തിന്റെ അനുഭവം. ഹല്ലേലൂയ. രക്ഷ തേടുന്നവരെ. സാൽവേഷൻ ഈസ് വേർ ദ സേവിയർ ഈസ്. രക്ഷകൻ ഇരിക്കുന്ന അടുത്തുള്ള ജീവിതത്തിന്റെ പേരാണ് രക്ഷ. ഹല്ലേലൂയ. രക്ഷകന്റെ സാമീപ്യത്തിന്റെയും സാന്നിധ്യത്തിന്റെയും പേരാണ് രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിത് ഗ്രഹിക്കണം. എന്റെ രക്ഷക, എന്റെ നാഥനെ, രക്ഷകനെ തേടണം മക്കളെ. അത് നീ വെള്ളത്തിൽ മുങ്ങുമ്പോൾ പൊക്കുന്നൊരു രക്ഷകൻ മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ നീ മുങ്ങുമ്പോൾ പൊക്കുന്ന, ജീവിതത്തിൽ നീ ഇരുട്ട് തപ്പിത്തടയുമ്പോ എങ്ങോട്ടാണ് തിരിയേണ്ടെന്നറിയാതെ വഴി അറിയാതെ നീ ഒരു നാൽക്കവലയിൽ നിൽക്കുമ്പോ നിന്നെ സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ നിന്റെ അടുക്കൽ വരുന്ന ഹല്ലേലൂയ, രക്ഷകൻ. രക്ഷകൻ മക്കളെ, രക്ഷകനെ തേടുന്നവരെ. സീക്ക് ദ സേവിയർ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യങ്ങള് ചിലർ പറയും. ഒരു ചേച്ചിയുണ്ട്, ദിവസം വന്ന് എന്നോട് പറയുന്ന ഒരു വാക്യം, അച്ചോ എന്നും പ്രശ്നം, എന്ത് ചെയ്തിട്ടും നന്നാവണില്ല, എന്ത് ചെയ്തിട്ടും നന്നാവണില്ല. നമ്മൾ ചില ജീവിതങ്ങളുടെയൊക്കെ അവസ്ഥയല്ലേ, എന്ത് ചെയ്തിട്ടും നന്നാവണില്ല. ഞാനൊരു കാര്യം പറയട്ടെ, അന്ത്യം വരെ അങ്ങനെ പറഞ്ഞ ആരെയും ഞാൻ കണ്ടിട്ടില്ല. വേണമെങ്കിൽ 1 മാസം അല്ല 2 മാസം അല്ല 2-3 വർഷം, അതിനപ്പുറത്ത് അവർ പറയില്ല. അതിനു മുമ്പ് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ആ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ മോന് എവിടെയാ ജർമ്മനിയിലും പോയി. MS ലോകത്തില്ലാത്ത ഡിഗ്രിയൊക്കെ എടുത്ത് ഇവനാരെങ്കിലും ജോലി കൊടുക്കുമോ മക്കളെ? അതെന്തറിയാവോ? ഓവർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ജോലി കിട്ടാത്ത എത്ര മക്കൾ നമുക്കുണ്ടെന്നറിയാവോ? ഓവർ ക്വാളിഫിക്കേഷൻ. ഇവിടെ 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ, ഇപ്പം 10ാം ക്ലാസ് പാസ്സാകാൻ പാടില്ല, പണ്ടൊക്കെ 10ാം ക്ലാസ് പാസ്സാ SLC പാസ്സാകാൻ പാടായിരുന്നു. ഓവർ ക്വാളിഫിക്കേഷൻ. നമുക്ക് ചിരി വരും. നിങ്ങളൊരു യൂറോപ്യൻ രാജ്യത്തിൽ പോകും, നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല. കാരണം ഈ ജോലിക്ക് ഇത്രയും പഠിപ്പ് വേണ്ട. അവർ പറഞ്ഞാൽ നിനക്കത്രയും പഠിപ്പണം, നീ അങ്ങനത്തെ ഒരു ജോലിക്ക് പോകണം. ഒരമ്മ, പാവം അമ്മ തൻ്റെ മോനെ പഠിപ്പിച്ചു. അങ്ങനെ അറ്റത്തെ ഡിഗ്രി വരെ എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അവൻ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ജോലി ജർമ്മനിയിലില്ല. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി വന്നെന്നും കരച്ചിലും വെള്ളം വെഞ്ചരിപ്പും മോൻ്റെ ഫോട്ടോ വെഞ്ചരിപ്പുവാ. ഞാൻ എന്നാ പറയാനായി അമ്മച്ചിയോട്? പക്ഷേ ദൈവമക്കളെ, ജൂൺ മാസം 1-ാം തീയതി എൻ്റെ മോന് ജർമ്മനിയിൽ ജോലി കിട്ടി വെച്ചു. കിടന്ന് അലഞ്ഞെങ്കിൽ എന്താടാ കുട്ട? അവൻ MS പാസ്സായെങ്കിൽ MS ചേർന്നൊരു ജോലി തരാൻ വേണ്ടിയിട്ട് കർത്താവ് എനിക്കൊന്നൊരു 2 കൊല്ലമെങ്കിലും ഈ അമ്മ കിടന്ന് പടയ്ക്കുന്നുണ്ട്. 2 കൊല്ലം താമസിപ്പിച്ചത് നിനക്കൊരു ഉയർച്ച തരാനാണെന്ന്, നിനക്കൊരു അഭിഷേകം തരാനാണെന്ന്, നിനക്കൊരു അനുഗ്രഹം തരാനാണെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ?
വിശ്വാസമില്ലാത്തതുകൊണ്ട് എല്ലാവരും മിണ്ടാതിരുന്നു. വിശ്വാസമുള്ള ഒച്ചത്തിൽ ഹല്ലേലൂയ വിളിക്ക. വിദേശ രാജ്യങ്ങളിൽ മക്കളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, നീ ജോലിയില്ലാതെ നിൽപ്പുണ്ടെങ്കിൽ, നിനക്ക് തിരിച്ചു വരേണ്ട അവസ്ഥയിലാണെങ്കിൽ, നീ തിരിച്ചറിഞ്ഞോ നിന്റെ ദൈവം ഏത് നിമിഷവും നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. ഉറപ്പാ മക്കളെ, ഉറപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊച്ചുപോയി ദിവസം വന്നൊരു മക്കളിപ്പോൾ അവധിക്കാലത്ത് നാട്ടി വരികയല്ലേ, അയർലൻഡിലോ മറ്റോ വെച്ച് കൂരപ്പരയ്ക്കകത്ത് നമ്മളൊരു യാത്രയാണ്. അപ്പനും അമ്മയും കൂലിപ്പണി കഷ്ടപ്പെട്ട് പാത്രം കഴുകി കൊച്ചിനെ പഠിപ്പിച്ചു. കൊച്ചുപോയി. ഒത്തിരി തകരുന്നവർക്ക് കർത്താവ് വല്ലാതെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നിന്റെ അക്കൗണ്ടിൽ വലിയ ബാലൻസ് ഒന്നും ഇല്ലെങ്കിൽ ദൈവം നിന്റെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് നിറയ്ക്കാൻ തുടങ്ങും. സ്വന്തം അക്കൗണ്ടിൽ അധികം പൈസ ഒന്നും ചോദിക്കണം, കർത്താവ് നിന്റെ ബാലൻസ് വിലയും. എന്തു പറ്റി? ഈ മകള് പോയി, അവൾ ഡേസിങ് പഠിച്ചു, അവൾ പോയി അയർലൻഡിലെത്തി. ഇപ്പം അയർലൻഡിൽ വീട് വാങ്ങിച്ചു, അവളുടെ കല്യാണം കഴിഞ്ഞു, 2 പിള്ളേരുമായി കഴിഞ്ഞ ദിവസം വന്നിരിക്കുക. കൂരപ്പര ഇരുന്നിടത്ത് 2 നില വീട് ഉയർന്നുകൊണ്ടിരിക്കുക. പെണ്ണിന്റെ വീടാന്ന് നോക്കണം, ചെറുക്കനല്ല, പെണ്ണിന്റെ വീടാ. അങ്ങനത്തെ ഒരു മാലാക പയ്യനെ കൂടെ കൂട്ടിക്കൊടുത്തു കർത്താവ്. അവളെ ജസ്റ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ്. ഒന്നും ചോദിക്കാതെ കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ ആരാധിക്കുന്നു, കർത്താവെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ നിന്നെ ഞാൻ തേടുന്നു, നീ എന്റെ കൈവിട്ട് കളയല്ലേ, നീ എന്റെ കൂടെ ഉള്ള മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മതി മക്കളെ, മതി. അതിനപ്പുറത്തൊരു പ്രാർത്ഥനയില്ലെന്നേ. കർത്താവിനെ തേടുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുന്നു. ബൈബിൾ പതുക്കെ തുറന്നോണം. ദൈവത്തെ കണ്ടുമുട്ടാൻ ബൈബിൾ തുറന്നു വെക്കണം, ഒച്ചത്തി വായിക്കണം. ഞങ്ങൾക്ക് പല സമയത്ത് ബാക്കി പറഞ്ഞോളാം അതിനെപ്പറ്റി. ഒച്ചത്തി വായിച്ചു മക്കളെ. ദൈവത്തിൻ്റെ the word of God is creative. The word of God is active. വെറും വാക്കല്ല. ഞാൻ പറയുന്ന വാക്ക് അത്ര ആക്റ്റീവ് ഒന്നുമല്ല മക്കളെ. അത്ര ആക്റ്റീവ് ഒട്ടുമല്ലെന്ന്. I cannot produce life. I cannot produce action. ദൈവത്തിന് പറ്റും. ദൈവം പറയുമ്പം ഇറ്റ് ഈസ് ക്രിയേറ്റീവ്. പറയുന്നത് പറയുന്ന പോലെ സംഭവിക്കും. ക്രിയേറ്റീവ്. അതുകൊണ്ടാവും ഒച്ചത്തി ബൈബിൾ വായിക്കണം എന്ന് പറയുന്നത്. ചുമ്മാ നോക്കിയിരുന്നപ്പോൾ ഒച്ചത്തി ബൈബിൾ വായിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കള് പറയാനല്ല, വചനം എഴുതി പ്രാർത്ഥിച്ചു കർത്താവ് ഇടപെട്ടെന്ന്. ബിക്കോസ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ക്രിയേറ്റീവ്. ഹല്ലേലൂയ. ആൻഡ് ഇറ്റ് ഈസ് ആക്റ്റീവ്. ചലിക്കുക, ഒരു വചനം പോലെ സംഭവിക്കുക. അപ്പോഴ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെവിടെയാ മക്കളെ ജീവിക്കുന്ന സത്യത്തില്? എത്ര വലിയ കൃപയിലാണ്, എത്ര വലിയ അഭിഷേകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും. മക്കളെ, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഇറങ്ങി ഇടയ്ക്കൊന്ന് മുട്ടുകുത്തിരിക്കണം. ഒരു വലിയച്ഛൻ്റെ വീട്ടിൽ പണ്ട് കൊണ്ടുപോകുമായിരുന്നു. വലിയച്ഛൻ്റെ സഹോദരങ്ങൾ എല്ലാം വലിയ ജോലിക്കാരായി, എന്താ പറയുന്നത്, വലിയ പൊസിഷനിൽ അവരൊക്കെ. വീട് പണിതു, വലിയ വീട് പണിതു. വലിയച്ഛൻ പറഞ്ഞു, എൻ്റെ അപ്പനും അച്ഛന്മാർക്ക് വീതം കിടക്കുമല്ലോ, മിക്കവാറും നമുക്ക് വീതം കൊണ്ടിട്ടുണ്ട്. അച്ഛന് വീതമുണ്ട്, അച്ഛൻ്റെ വീതം ആ വീടായിരുന്നു. അച്ഛൻ പറഞ്ഞു, ഈ വീട് പൊളിക്കണ്ട, ആ വീടും എൻ്റെ അപ്പനും അമ്മയും കിടന്ന മുറി അത് മാത്രം അവരങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടത്, ഇപ്പോഴും ഉണ്ടത്. അച്ഛൻ പറയുന്നതെന്ന് അവിടെ ചെന്നിരിക്കുമ്പം എനിക്കെൻ്റെ കുടുംബത്തെ ഓർമ്മ വരും. അന്ന് ഞങ്ങളൊക്കെ ഇരുന്ന ഇടവും ദൈവമക്കളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളും തിരിഞ്ഞിരിക്കണം. എല്ലാം മറന്നല്ല നമ്മുടെയൊക്കെ ജീവിതം. എനിക്കുമുണ്ടായിരുന്നു ഒരു ഇന്നലെ. ഓർത്തോ, അത് എനിക്കുമുണ്ടായിരുന്നു ഒരു ഇന്നലെ. ഇപ്പോഴത്തെ കൊച്ചുമക്കളോടല്ല ഞാനിത് പറയുന്നത്. ഇപ്പോഴത്തെ കൊച്ചുമക്കൾക്കൊരു ഇന്നലെയൊന്നുമില്ല. അവർക്കൊക്കെ സൗഭാഗ്യങ്ങളാണ് ബഹുഭൂരിപക്ഷം. ഇല്ലെങ്കിൽ അപ്പൻ്റെ കിഡ്നി വിറ്റിട്ടാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരും. അങ്ങനൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു മക്കളെ. അങ്ങനൊന്നുമില്ല. എൻ്റെ ഓർമ്മയിലുണ്ട് അങ്ങനത്തെ ഒരു കാലമൊക്കെ. ദൈവമക്കളെ, ഇടയ്ക്ക് നിലത്തിറങ്ങിയിരുന്നു കൊണ്ട് അതൊന്ന് ഓർത്തെടുക്കണം. അതൊരു ആരാധനയായിട്ട് മാറും. ഇന്നല്ലേ ഇതൊക്കെ ഉണ്ടായത്? ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, ഒരു ഇന്നലെ. ഹല്ലേലൂയ, റിമെമ്പർ യുവർ പാസ്റ്റ്. ഇന്നലെകൾ ഓർക്കണം മക്കളെ. ആത്മാർത്ഥതയും
ദൈവഭക്തിയുള്ളവൻ ഇന്നലെ ഓർക്കും. നീ ഇന്നലെ ഈ ബൈക്കിലോട്ട് കയറിയത്. എൻ്റെ അപ്പം സൈക്കിളിലോട്ട് നടന്ന, ഞാൻ കാറില ഓടിക്കൊണ്ടിരിക്കണേ. ഓർക്കണം മക്കളെ, എനിക്ക് സൈക്കിളിലോട്ട് അറിയത്തില്ല, വീട്ടിൽ അനുവാദമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവസാനം പഠിച്ചു, 3-4 തവണ വീണു. അതോടുകൂടി സൈക്കിളിലോട്ട് നിർത്തി. പിന്നെ ബൈക്ക് ഓടിക്കാൻ തുടങ്ങി. ബൈക്ക് ഓടിക്കാൻ പോകുമ്പോൾ അച്ഛനോട് നീ ഒരു കാരണവശാലും നീ ഇത് പഠിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. എനിക്ക് വാശിയായി. ഒറ്റ ദിവസം കൂടി ഞാൻ ബൈക്ക് പഠിച്ചു. ബൈക്ക് പഠിച്ച് കഴിഞ്ഞ് ഒന്നും കൂടെ കറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു കറക്കം കറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹത്തുള്ള മുഴുവൻ തൊലിയും കൂടെ റോട്ടിപ്പോയി. ഒരടിച്ച് കെട്ടിയൊരു വീഴ്ച. ഓർക്കണം, നീ നടന്ന ചെരുപ്പില്ലാതെ നടന്ന കാലത്തെ പറ്റിയൊക്കെ ധ്യാനിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതുകൂടെ ധ്യാനിച്ചോ. ചെരുപ്പില്ല സ്കൂളിൽ പോകാൻ. ഇതൊക്കെ ആരോടാണോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഹല്ലേലൂയ. ദൈവമക്കൾ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പുണ്യത്തിന്റെ പേരാണ് ഇന്നലെ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പുണ്യത്തിന്റെ പേരാ മക്കളെ ഇന്നലെ. ഹല്ലേലൂയ. ഇന്നലകളിലെ കുടുംബ പ്രാർത്ഥനയും ഇന്ന് കരിസ്മാറ്റിക്കും സ്തുതിപ്പും ആരാധനയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നലകളിലെ ഒരു ജപമാലയുടെ കരുത്ത് ഇന്നത്തെ പ്രാർത്ഥനയ്ക്കുണ്ടോ മക്കളെ? അപ്പനും അമ്മയും മക്കളും കൂടെ നിലത്തിരുന്നല്ലേ പായയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ തീയ നമുക്കിന്ന് കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും ഒരു വെറും പാറകൃഷ്ണമല്ലായിരുന്നോ നീ? നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും. ഖനിഗർഭം ആഴമുള്ള നോക്കി, ഖനി അല്ലെ, കരിങ്കല്ലായിരുന്നടാ നീ. കരിങ്കല്ല് ഒന്നിനും കൊള്ളാതെ കിടന്നിരുന്ന ഒരു ഖനിഗർഭത്തിൽ നിന്ന് ദൈവം കണ്ടെടുത്ത ദൈവത്തിന്റെ വൈഢൂര്യമാണ്, ദൈവത്തിന്റെ മുത്താണ്. നീ എന്ത് നിനക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ? ഖനിഗർഭത്തിൽ കൽക്കരി ഖനിയിൽ നിന്നും ദൈവം കണ്ടെടുത്തൊരു മുത്താണ് നീ എന്ന്. ഹല്ലേലൂയ. ജീവിതത്തെ കാണണം മക്കളെ. എളിമയുള്ളവൻ അവൻ ഇന്നലകളിലേക്കും ഒക്കെ നോക്കിക്കൊണ്ടേ അവന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു ചുവട് വെക്കുന്നതിന് മുമ്പ്, നടക്കാൻ പഠിച്ചതിന് മുമ്പുള്ള കാര്യത്തെ പറ്റി ധ്യാനിക്കുന്നത് നല്ലതാ. നന്നായിട്ട് ഓടുന്നതിന് മുമ്പ് പിച്ച വെച്ച ഒരു കാലമുണ്ടായിരുന്നുവെന്ന്, നടക്കാൻ പഠിച്ച ഒരു കാലമുണ്ടെന്ന് കൂടെ ധ്യാനിക്കാനൊക്കെ പറ്റുമെങ്കിൽ നീ ഒരു ജ്ഞാനിയായിട്ട് മാറുകയാ, നീ ഒരു ദൈവ പൈതലായിട്ട് മാറുകയാ. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാവായ അബ്രഹാത്തെയും നിങ്ങളെ വഹിച്ച സാറായെയും നോക്കുവിൻ. ധ്യാനം തുടങ്ങിക്കോ. അബ്രഹാം, ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിക്കുക, കിട്ടും നിങ്ങളുടെ അപ്പൻ്റെ കാര്യങ്ങള്. നട്ടുച്ച നേരത്ത് തലയും കുനിച്ചും ഒക്കെ ഇരിക്കുന്ന ആ മനുഷ്യൻ നോർത്തേ. ഞങ്ങളുടെ വല്യപ്പനെ ഒന്ന് ഓർത്തേ. വന്ന അതിഥിയെ മാലാഖയെ പോലെ ദൈവത്തെ കണ്ട് പൂജിച്ച, ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ഏകമകനെ തരണമെന്ന് പറഞ്ഞിട്ട് മടിക്കാതെ മോറിയ മല ചവിട്ടി ഒരു അപ്പനെ ധ്യാനിക്കാൻ പറ്റുമോ? വചനം പറയുക, നിങ്ങളുടെ പിതാവായ അബ്രഹാത്തെയും നിങ്ങളെ വഹിച്ച സാറായെയും. എല്ലാം അവൾക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള കാലമൊക്കെ കഴിഞ്ഞിട്ട് വൃദ്ധയായ ഒരു സ്ത്രീയുടെ വയറ്റിൽ നീ ജനിച്ചത് നിനക്ക് ധ്യാനിക്കാൻ പറ്റുമോ? അമ്മ ഗർഭപാത്രങ്ങളൊക്കെ ധ്യാന വിഷയമാകണം മക്കളെ. നിന്നെ പേറിയ അമ്മയും നിന്നെ വഹിച്ച അമ്മയുടെ ഉദരവും ഒക്കെ നിന്നെ ധ്യാന വിഷയമായിട്ട് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അപ്പനെ അമ്മയിട്ട് ഇങ്ങനെ ചവിട്ടത്തില്ല നീ. ഇങ്ങനെ അപ്പനെയും അമ്മയിട്ട് ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ഓടിക്കത്തില്ല നീ. ദൈവമക്കളെ, തിരുവചനം എന്ന് പഠിപ്പിച്ചു തരിക. അമ്മ ഗർഭപാത്രങ്ങളൊക്കെ ധ്യാന വിഷയമായി മാറണം. ആ അമ്മയ്ക്കുണ്ടായിരുന്നൊരു 10 മാസ കാലമുണ്ട്, ഒരു ത്യാഗത്തിന്റെ, നോയമ്പിന്റെ, കഷ്ടപ്പാടിന്റെ. ഇന്നത്തെ പോലെ ബെഡ് റെസ്റ്റും ഇല്ല, സ്കാനിങ്ങും ഇല്ല, ഒന്നുമില്ലാതിരുന്ന കാലത്ത് ജനിച്ച എന്നെ വീട്ടിൽ അമ്മ പ്രസവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു വയറ്റാട്ടി വന്നു നിന്ന് പ്രസവം എടുക്കുക. ഞങ്ങളെ ഓർത്തേ, അവര് ആ അമ്മയുടെ ബ്ലീഡിങ്, ആ പ്രശ്നങ്ങൾ നിങ്ങൾ ധ്യാനിക്കാൻ പറ്റും. ധ്യാനിക്കുക. ഹല്ലേലൂയ. എനിക്കറിയില്ല ശൈശവ മരണങ്ങൾ എന്തോരം ഉണ്ടെന്ന് കണക്കൊന്നും പറയാൻ ഞാൻ ആളല്ല. അവിടെ വീട്ടിൽ 7 മക്കളിൽ 6 മക്കളെയും അമ്മ ബൈറ്റാട്ടി അമ്മ എടുത്തത്. 6 പേരും വീട്ടിലാരും മരിച്ചിട്ടൊന്നുമില്ല.
ഇന്ന് ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വരണമെന്ന് യാതൊരു ഗ്യാരണ്ടി ഒന്നുമില്ലാത്തൊരു കാലത്താണ് ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ഗർഭപാത്രങ്ങളും നമ്മുടെ ജനനം പോലും ദൈവത്തിന് ജന്മദിനമൊക്കെ പൊടി പിടിക്കാനുള്ളതൊന്നും അല്ല മക്കളെ. ജന്മദിനങ്ങളൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയാൻ, നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത്, നിങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങളെ ഓർത്ത്, നിങ്ങളെ വളർത്തിയവരെ ഓർത്ത് ഹല്ലേലൂയ, ഒരു നന്ദിയുള്ള ജീവിതമാകൂടെ കൂട്ടാം നിന്റെ ജീവിതം. പുതിയ വർഷത്തില് നിന്റെ ആദരവ് വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ വഹിച്ച സാറായെയും നോക്കുവിൻ. അബ്രഹാം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു. തോറ്റുപോയവൻ, വീടും നാടും കൂടുമൊക്കെ നഷ്ടപ്പെട്ട അല്ലെ, ജപ്തിനോട് ഇരിപ്പില്ല ഇവിടെ. നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകാനാണ് ദൈവം ഇത് അനുവദിച്ചതെന്ന് ധ്യാനിക്കാൻ പറ്റുന്ന ഒന്നിച്ചൊരു ആമേൻ പറഞ്ഞേ. ഒന്നിച്ച് ആമേൻ. മക്കളെ, എടാ കൊച്ചെ, നിന്നെ വഴിയിലൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ വഴിയെത്തിച്ചേരുന്നൊരു അനുഗ്രഹമുണ്ട്. ഈ വഴിയെത്തിച്ചേർന്നാണ് ഈശോയുടെ നാമത്തിലെ പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനേക യുവതിവാക്കന്മാര് കൂട്ടായ്മയിൽ ഇരിപ്പുണ്ടല്ലോ ഇപ്പോഴും എന്താണെന്നോ. എടാ കൂട്ടാ, നിനക്ക് വേണ്ടി ദൈവം ഒരിക്കലും വഴിയുണ്ടടാ. ഹല്ലേലൂയ. നീ പതുക്കെ എഴുന്നേറ്റ് നടന്നു ആ വഴി കൂടെ. നിന്റെ മുമ്പിൽ കാണുന്ന വഴിയിലൂടെ നീ പതുക്കെ എഴുന്നേറ്റ് നടന്നു. കർത്താവിനെ കയ്യം പിടിച്ച് അവന്റെ വചനവും പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തീർത്ഥാടനങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ കൈയൊക്കെ കൊട്ടി പാട്ട് പാടി പോകാറില്ലേ? പണ്ട് ഞാൻ ഓർക്കുക, വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ വീട്ടുകാര്യം കേൾക്കാനല്ല വന്നതെന്ന് എനിക്കറിയാം, എന്നാലും പറഞ്ഞു പോവുക. പണ്ട് പോട്ടയ്ക്ക് പോകുമായിരുന്നു. ഞങ്ങളുടെ ആ ഇടവകയിൽ നിന്ന് ഒരു ബസ് കുറച്ച് ആളുകൾ ഇങ്ങനെ എനിക്കൊന്നു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയാണ് ഞങ്ങളും പോവും. അവിടം മുതൽ ഇവിടം വരെ പാട്ട്, ഇവിടം മുതൽ അവിടം വരെ പാട്ട്, സ്തുതിപ്പ്, പ്രാർത്ഥന. ഒരു യാത്ര മുഴുവൻ ആരാധനയായിട്ട് മാറുക മക്കളെ. ഒരു യാത്ര മുഴുവൻ തീർത്ഥാടനമായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു തീർത്ഥാടനമാക്കി മാറ്റണം. ഹല്ലേലൂയ. പല സങ്കീർത്തനങ്ങളും ജെറൂസലേമിലേക്കുള്ള യാത്രയ്ക്കുള്ള പ്രാർത്ഥനകളാണത്രേ. അല്ല, ജെറൂസലേമിലേക്കുള്ള അവരോഹണ കീർത്തനം എന്നൊക്കെ അതിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ചിലതിന്. അസെൻഡിങ്, ഡിസെൻഡിങ് രണ്ടും ഉണ്ട്. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പാടാനുള്ളത്, ദേവാലയത്തിൽ തിരിച്ചു വരുമ്പോൾ പാടാനുള്ളത്. സങ്കീർത്തന പുസ്തകത്തിൽ വായിച്ചു. ഹല്ലേലൂയ. ആരോഹണ കീർത്തനം എന്നും കാണും, അവരോഹണ കീർത്തനം എന്നും കാണും. ദേവാലയത്തിലേക്ക് പോകാനുള്ള പാട്ടുകൾ. ഇതാ ഞങ്ങളുടെ പാദങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ എത്തിയിരിക്കുന്നു, ശരിയായി പടുതുയർത്തിയ ജെറൂസലേമേ, നിന്റെ മതിലുകൾക്കുള്ളിൽ എന്റെ കാലുകൾ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അവന്റെ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ. ആരോഹണ കീർത്തനങ്ങളത് ദൈവങ്ങളുടെ ജീവിതം ഒരു തീർത്ഥാടനമാണ് മക്കളെ. നീ പങ്കെടുക്കുന്ന ഒരു ശവസംസ്കാരത്തിലാണെങ്കിലും, നീ പോകുന്ന ഒരു ആംബുലൻസിലാണെങ്കിലും, നീ ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ, ഏത് യാത്രയുമായിക്കൊള്ളട്ടെ, ഒരു വിശ്വാസിയുടെ യാത്ര ഒരു തീർത്ഥാടന യാത്രയാണ്. ഹല്ലേലൂയ. ഒരു പരീക്ഷ എഴുതാൻ പോകുന്നത്, ഓങ്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഏകനായിരിക്കുമ്പോൾ ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ അനുഗ്രഹിച്ചു. ഇങ്ങനെ നാണം കെട്ട് നിൽക്കുക, എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് നിൽക്കുക. ഞാൻ അവനെ അനുഗ്രഹിച്ചു. വർദ്ധിച്ചു പെരുകുക, മൾട്ടിപ്ലൈ ആൻഡ് ഇൻക്രീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് കൃപയുണ്ടോ മക്കളെ? ഇതില് ദൈവങ്ങളെ വെളിയിലല്ല സമൃദ്ധി, ഇവിടെയാ മക്കളെ. ശങ്കില സമൃദ്ധി ഇരിക്കുന്നത്, വെളിയിലും മേശയിലും അല്ല മക്കളെ സമൃദ്ധി ഇരിക്കുന്നത്. നിന്റെ ഹൃദയത്തില ദൈവത്തോടുള്ള ആരാധന ഇരിക്കുന്നത്, നിന്റെ ആത്മാവില ദൈവത്തോടുള്ള വലിയ ആരാധന ഇരിക്കുന്നത്. നിന്റെ ആനന്ദം എന്ന് പറഞ്ഞത് നിന്റെ ചങ്കിൽ തോന്നുന്ന ദൈവാനുഭവമാണ്. നിന്റെ മുമ്പിലിരിക്കുന്ന ഒന്നിനെ പറ്റി അല്ല നീ സന്തോഷിക്കുന്നത്, നിന്റെ ചങ്കിൽ കിട്ടിയിരിക്കുന്ന ദൈവാനുഭവമാണ് നിന്റെ ആനന്ദമായി മാറുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു ധൈര്യമില്ലേ? ഈ ഒരു സ്തുതിപ്പ് കഴിയുമ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമില്ലേ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തെ മാറ്റും പൈതലേ. അത് നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹിച്ചവൻ വർദ്ധിച്ചു വരികയും ദിവ്യകാരുണ്യം ഉയർത്തി ഓരോ ശുശ്രൂഷയും അവസാനം ദൈവത്തിനെ അനുഗ്രഹിച്ചത്. ശ്രദ്ധിച്ചോ നിങ്ങള്? ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും ദൈവം അനുഗ്രഹം, അതാ കുർബാന ഉയർത്തി ആശീർവദിക്കുന്നത്. അതിനപ്പുറത്തൊരു ആശീർവാദം തരാനില്ല മക്കളെ, അതിനപ്പുറത്തൊരു ആശീർവാദമില്ലെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അബ്രഹാം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു. I called him. ദൈവം വിളിച്ചതാ മക്കളെ നമ്മളെ ഓരോരുത്തരെ. ഞങ്ങളൊരു പക്ഷേ ഒരു തകർച്ചയിലും പ്രതിസന്ധിയിലൊക്കെ ഇരുന്നതായിരിക്കാം. കർത്താവ് വിളിച്ചതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ ഒരു മകള് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. തൊണ്ടയിൽ വലിയ മുഴയൊക്കെ ആയിട്ട് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. അവസാനം നോക്കിക്കഴിയുമ്പോഴത്തേന് അവരുടെ ആദ്യത്തെ റിസൾട്ട് പോസിറ്റീവായിരുന്നു, പിന്നത്തെ റിസൾട്ട് എല്ലാം നെഗറ്റീവായി. ഹല്ലേലൂയ. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു അമ്മയുടെ കഥയാണ് ഞാനിപ്പം പറയുന്നത്. ജീവിതം വല്ലാതെ ഞെരുങ്ങിയ ഒരമ്മ. മോൻ്റെ പേര് ജോൺസൺ എന്നാന്ന് തോന്നല്ലേ. അവൻ വിദേശത്തായി. ഇപ്പോഴും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച മോൻ കഴിഞ്ഞ ആഴ്ച ഈ പയ്യൻ്റെ മുഴുവൻ ഡോക്യുമെൻറ്റ്സും ഓടിച്ച് നഷ്ടപ്പെടുക. നിങ്ങളൊന്ന് ഓർത്ത്, നാട്ടിലെങ്ങാനുമാണ് കിട്ടിയെന്ന് വരും. നഷ്ടപ്പെട്ടു. അമ്മ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മകനത് നഷ്ടപ്പെടത്തില്ല. മൂന്നാം പൊക്കം അത് അവന് തിരിച്ചു കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു വരികയും കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും. God will console you my child. എൻ്റെ കുഞ്ഞെ, നിന്റെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കാൻ പോവുക. അവളുടെ വിദന പ്രദേശങ്ങളെ സാന്ത്വനപ്പെടുത്തും. ഒറ്റപ്പെട്ടു പോയല്ലോ, ദാരിദ്ര്യമായതുകൊണ്ടായിരിക്കും, ആരും അങ്ങോട്ട് കയറി വരുന്നില്ല. എന്തൊക്കെയോ കാരണങ്ങളാൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുക. കർത്താവ് പറയാ, നിന്റെ കൂടെ ഇരിക്കാൻ ഞാനുണ്ട്. എല്ലാവരും പിൻവാങ്ങി തുടങ്ങുമ്പോൾ കർത്താവ് പറയുക, ഞാനിതാ മുൻപിലേക്ക് വരാൻ പോവാ, നിന്റെ കൂടെ ഇരിക്കാൻ ഞാനുണ്ട്. ഹല്ലേലൂയ. അവളുടെ മരുപ്രദേശങ്ങളെ ഏദൻ പോലെയും ഏദൻ തോട്ടം പറുദീസയാക്കി മാറ്റാൻ പോവാ. നിന്റെ മരുപ്രദേശങ്ങള് ദൈവമക്കളെ, ഒരു നിലങ്ങള്, ഇതാ ചതുപ്പ് നിലങ്ങള്, ഉപകാരമില്ലാതിരുന്ന നിന്റെ നിലങ്ങളെ ഏദൻ തോട്ടമാക്കാൻ പോവാ കർത്താവ്. എല്ലാം മനോഹരമായി ഇടം ദൈവം നടന്നു നീങ്ങുന്ന ഇടത്തിന്റെ പേരാണ് ഏദൻ തോട്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളുടെ മരുപ്രദേശങ്ങളെ ഏദൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിന്റെ തോട്ടം പോലെയും. കർത്താവിന്റെ തോട്ടത്തിന്റെ പേരെന്നാ? പറുദീസ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപനങ്ങളും അവളിൽ നിറയും. ദൈവമക്കൾ എഴുന്നേറ്റ് ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, ഒരു പുതിയ കൃപയിലേക്ക് കർത്താവ്. എടകുട്ട, നീ എത്ര തകർന്നു പോയാലും, എത്ര പരാജയപ്പെട്ടു പോയാലും, എത്ര വീട് പോയാലും നിനക്കൊരു ദൈവമില്ലേ മോനെ? നിന്നെ ഉയർത്താൻ കഴിവുള്ളൊരു ദൈവം, ഒരു ശക്തനായ ദൈവം, കരുണയുള്ളൊരു ദൈവം, നിന്നെ സൃഷ്ടിച്ച ദൈവം, അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഉരുവാക്കിയ ദൈവം. ഈശോയേ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദുഃഖങ്ങളും വേദനകളും നീങ്ങിപ്പോകട്ടെ, നിരാശകൾ അകന്നു പോകട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വാഴും